Hello students, welcome back to my channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്. So, with no more waiting, let's get started. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നമുക്ക് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എക്സാം ടെസ്റ്റ് അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ട്രൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു സെഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യില്ല. ഈ വീഡിയോയ്ക്ക് ശേഷം ഒരു ഷോർട്ട് വീഡിയോ തരുന്നതായിരിക്കും അതിന്റെ ആൻസേഴ്സ് മാത്രമായിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടോപ്പിക്സിനോട് ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും ആ ടോപ്പിക്സിൽ എത്രത്തോളം ഇംപ്രൂവ് ആയി എന്നുള്ളത് നമുക്ക് ഇതിന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഇലക്ട്രിക്കൽ ചാർജ്. വാട്ട് ഡു യു മീൻ ബൈ ചാർജ്? Charge is a property of the matter which give rise to electric force between various objects. രണ്ട് ഒബ്ജക്ട്സുകൾക്ക് തമ്മിൽ ഒരു ഫോഴ്സ് കിട്ടുന്നെങ്കിൽ, അതായത് ആ ഒരു ഒബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. ആ ഫോഴ്സ് വേണമെങ്കിൽ അട്രാക്ഷൻ ആകാം, റിപ്പൾഷൻ ആകാം. അപ്പൊ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി, ദാറ്റ് പ്രോപ്പർട്ടി is called as, that intrinsic property, that is called as charge. So charge is a property of the matter which give rise to electric force between various objects. Clear? പിന്നെ നമുക്ക് അതിന്റെ സിമ്പിൾസ് ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ, SI യൂണിറ്റ് കുളം ഡിനോട്ടഡ് ബൈ ലെറ്റർ C. That's a unit scalar quantity. What do you mean by scalar quantity? Only depends upon magnitude. Direction ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. യൂണിറ്റ് ഫോർമുല എന്താണ്? Q is equal to IT. I എന്ന് പറയുന്നത് കറണ്ട്, ഇലക്ട്രിക്കൽ കറണ്ട് ഇൻറ്റു ടൈം, I ഇൻറ്റു T. ഓക്കെ, സോ ഡയമെൻഷൻ എന്താ വരിക? കറണ്ടിന്റെ ഡയമെൻഷൻ എന്താണ്? ആംബിയർ A. ടൈമിന്റെ ക്യാപിറ്റൽ T, സോ AT. ക്ലിയർ? അപ്പൊ ഇതാണ് ഇലക്ട്രിക്കൽ ചാർജ്. രണ്ട് ടൈപ്പ് ചാർജസ് ആണുള്ളത്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് മീൻസ് രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ ദേ വിൽ റിപ്പൽ, അൺലൈക്ക് ചാർജസ് ആകുമ്പോൾ ദേ വിൽ അട്രാക്ട്. ഇതൊക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, ചാർജ് ഈസ് ട്രാൻസ്ഫറബിൾ. എന്താ ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബോഡി ചാർജ്ഡ് ആണ്, മറ്റൊരു ബോഡി ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ ചാർജ്ഡ് ബോഡിയിൽ നിന്ന് ന്യൂട്രൽ ബോഡിയിലോട്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ചാർജ് ഈസ് ട്രാൻസ്ഫറബിൾ. ചാർജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. മാസ് ഇല്ലെങ്കിൽ ചാർജിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സിംപ്ലസ്റ്റ് മാസ് ഏതാ? മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. ഏറ്റവും സ്മോളർ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ് ആണ് ഏറ്റവും ചെറുത്. അപ്പൊ ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ചാർജ് ഈസ് ഇൻവാരിയന്റ്. എന്താ ഇൻവാരിയന്റ് എന്ന് പറഞ്ഞാൽ, അതായത് സ്പീഡ് കൂടി ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബോഡിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. സാധാരണ മാസ് ആണെങ്കിൽ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് മാസ് കൂടും. ഓക്കെ, പക്ഷേ ചാർജ് മാറില്ല. ചാർജ് വെലോസിറ്റി കൂടിയാലും ദാറ്റ് ഈസ് ഇൻവാരിയന്റ്, ഡു നോട്ട് വാരി വിത്ത് ദ സ്പീഡ് ഓഫ് ബോഡി. പക്ഷെ മാസ് ആണെങ്കിലോ വെലോസിറ്റി കൂടുമ്പോൾ മാസും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? നോ ചാർജ് എക്സിസ്റ്റ് വിത്തൗട്ട് മാസ്. മാസ് ഇല്ലാണ്ട് ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, then conservation of charge. Charge can be neither be created nor be destroyed. നമുക്ക് ചാർജിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. പിന്നെന്താ പറ്റുക? ചാർജ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അതർ ബോഡി. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ റൂളിൽ നമുക്ക് എങ്ങനെ പറയാം? ഓർ ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ എന്താ? അതായത് ആ ഒരു സിസ്റ്റം, ആ ഒരു ഒബ്ജക്ട് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, തൊട്ടടുത്തോട്ട് വേറെ ബോഡീസ് ഒന്നും കൊടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ചാർജ് ട്രാൻസ്ഫർ ഒന്നും ചെയ്യില്ല, ചാർജ് ഡെസ്ട്രോയ് ആവൂല. ജസ്റ്റ് ആ ഒരു ചാർജ് എന്താണോ ആ കോൺസ്റ്റന്റ് ആയി തന്നെ അത് റിമൈൻ ചെയ്യും. സോ ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോളസ്റ്റ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. പക്ഷെ സ്മോളസ്റ്റ് ചാർജ് വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, അങ്ങനെയാണ് കറക്റ്റ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞ സെന്റൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ചാർജ് ആണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, സ്മോളസ്റ്റ് ചാർജ് വിച്ച് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ഈസ് എ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ വാല്യൂ എന്താ? 1.6 × 10⁻⁻⁹ കൂളം. അപ്പൊ നമ്മൾ അതാണല്ലോ സ്മോളസ്റ്റ് ചാർജ്. അത് കാരണം നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽ ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് ഇനി വരുന്ന എല്ലാ ചാർജ്, ഒരു ബോഡിയിൽ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ചിലപ്പോൾ 1 ഇലക്ട്രോൺ ആയിരിക്കാം, 2 ഇലക്ട്രോൺ ആയിരിക്കാം, 3 ഇലക്ട്രോൺ ആയിരിക്കാം, n ഇലക്ട്രോൺസ്. സോ ചാർജ് എക്സിസ്റ്റ് ആസ് ഓൾവേസ് ചാർജ് എക്സിസ്റ്റ് ആസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ഫണ്ടമെന്റൽ ചാർജ്. ഫണ്ടമെന്റൽ ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ അതാണ് നമ്മുടെ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ചാർജ് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ റൂളാണ്, ആ ഒരു ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോർമുല എന്ത് എഴുതാം? Q is equal to plus or minus NE. പ്ലസ് ചാർജ് ആവാം, മൈനസ് ചാർജ് ആവാം, N for 1 2 3 4 etc. ഏത് വേണമെങ്കിലും ആകാം. ഇലക്ട്രോൺ മീൻസ് 1.6 into 10⁻⁻⁹ കൂളംബ്. അത്രയും ചാർജ് ആണ് എക്സിസ്റ്റ് ആകുക. ദാറ്റ് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പൊ നമുക്ക് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, can charge 8 into 10⁻19 coulomb exist can be given to the body? ഇത്രയും ചാർജ് നമുക്ക് ബോഡിയിലോട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. 8 into 10⁻⁻19 coulomb. ഓക്കെ, മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ചാർജ് ബോഡിയിലോട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഓൾവേസ് ചാർജ് എക്സിസ്റ്റ് ആസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ അല്ലേ. അപ്പൊ Q is equal to plus or minus NE. ചാർജ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 into 10⁻⁻19 is equal to N. എന്നാ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ചാർജ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എത്ര കുളമ്പാണ് തന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് N ആണ്. N ഷുഡ് ബി ഇന്റീജർ, ഒരു ഇന്റീജർ ആയിരിക്കണം N എന്ന് പറയുന്നത്. ഓക്കെ, N 1 2 3. ഓക്കെ, ദെൻ ഇലക്ട്രോൺ 1.6 into 10⁻⁻19 coulomb. നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി വി ഗോട്ട് ദ -19 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ N is equal to 8 by 1.6, that is 18 by 16. 80 by 16 we get N is equal to 5. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇന്റീജർ ആണ് കിട്ടിയത്. സോ ഈ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ലേ? യെസ്, N is equal to 5. അപ്പൊ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഇത്രയും ചാർജ് നമുക്ക് ബോഡിക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂസ് ദാറ്റ് ഫോർമുല, എന്നിട്ട് N-ന് ഇന്റീജർ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. ഫ്രാക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക് ആണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. എങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം, രണ്ട് ബോഡീനെ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അതിൽ നോക്ക്, ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോഡി ചാർജ്ഡ് ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ ബോഡി ന്യൂട്രൽ ആണ് അല്ലെ. ഇവർ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ചാർജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഫൈനലി ഇവർക്ക് രണ്ടുപേർക്ക് ഏകദേശം ഈക്വൽ ചാർജ് Q/2 ചാർജ് കിട്ടി അല്ലെ. അതേപോലെ തന്നെ സെക്കൻഡ് ഫിഗർ നോക്ക്, Q1 ആണ് ഫസ്റ്റ് ബോഡി, Q2 സെക്കൻഡ് ബോഡി. ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ മിക്സ് ചെയ്ത് Q1 + Q2/2, Q1 + Q2/2. അപ്പൊ ജസ്റ്റ് ഇത് നോക്കി വെക്കാം, കണ്ടക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യനിലെ ഇഫ് 2 ബോഡീസ് ബോട്ട് ടുഗദർ അല്ലെങ്കിൽ ഒന്നിച്ച് കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ കണ്ടക്ഷൻ സംഭവിച്ചു. ഡയറക്റ്റ് കണ്ടക്ഷൻ നടന്നു എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. ജസ്റ്റ് ഒരു ക്ലൂ ആയിട്ട് പറയും, ബോഡീസ് ആർ ബോട്ട് ടുഗദർ എന്ന് പറയുമ്പോൾ അവരുടെ ചാർജസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് /2 ചെയ്യണം. അപ്പൊ നമുക്ക് പുതിയ ചാർജ് ആണ് കിട്ടുക, അവരുടെ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ക്ലിയർ? അപ്പൊ ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇനി അടുത്ത ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ ഡയറക്റ്റ് കോണ്ടാക്ട് ആണെങ്കിൽ, ചാർജ് ബൈ ഇൻഡക്ഷൻ കോണ്ടാക്ട് ഇല്ലാണ്ട് തന്നെ ചാർജ് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ നോക്ക്, ഇതൊരു പോസിറ്റീവ് ചാർജ്ഡ് റോഡാണ്. ഇതൊരു ന്യൂട്രൽ ബോഡിയുടെ തൊട്ടടുത്തോട്ട് കൊണ്ടുവന്നു, പക്ഷെ കോണ്ടാക്ട് ചെയ്തില്ല. സാധാരണ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് സെപ്പറേഷൻ സംഭവിക്കും. ഇത് ജസ്റ്റ് ഒരു ന്യൂട്രൽ ബോഡി ആണല്ലോ. അപ്പൊ ഇതിന്റെ നിയറർ എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു എൻഡ് ആണല്ലോ. നിയറർ എൻഡിലോട്ട് ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പോസിറ്റീവ് ആണല്ലോ, അപ്പൊ നെഗറ്റീവ് ചാർജസ് ആണ് ഇവിടെ, പാർഷ്യൽ നെഗറ്റീവ് ചാർജസ് വരും. ഫാർദർ എൻഡില് പാർഷ്യൽ പോസിറ്റീവ് ചാർജസ് ആവും ഉണ്ടാവും. പക്ഷെ ഓവറോൾ ഈ ഒരു ബോഡിയുടെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആയി തന്നെ റിമൈൻ ചെയ്യും. അപ്പൊ ഇൻഡക്ഷനിലെ ബോഡി 0 ആയി തന്നെ നിൽക്കും. ഇപ്പൊ ന്യൂട്രൽ ബോഡി ആണെങ്കിൽ, ന്യൂട്രൽ ബോഡിയുടെ അടുത്തോട്ടാണ് ഒരു ചാർജ്ഡ് ബോഡി കൊടുക്കുന്നതെങ്കിൽ, കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ബോഡിയുടെ ന്യൂട്രൽ ചാർജ് എന്ന് പറയുന്നത് 0 ആയി തന്നെ റിമൈൻ ചെയ്യും. പക്ഷെ ആക്ച്വലി അതിന്റെ നിയറർ എൻഡിൽ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ചാർജ് കാണാനായിട്ട് പറ്റും. ഇപ്പൊ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ്, ഫാർദർ എൻഡിലെ പോസിറ്റീവ് ചാർജും കാണാനായിട്ട് പറ്റും. ഇതിനാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കുറെ സെന്റൻസിൽ പഠിക്കുന്നതിൽ നല്ലത് ജസ്റ്റ് ഈ ഫിഗർ മനസ്സിലാക്കി വെക്കുക. നമുക്ക് കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ക്ലിയർ? ഓക്കെ, ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി നെക്സ്റ്റ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ.
ചാർജിങ് ബൈ ഫ്രിക്ഷനിൽ സപ്പോസ് രണ്ട് ബോഡി റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റബ്ബിങ് കാരണം ഒരു തെർമൽ എനർജി, ഈ റബ്ബ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അത് കാരണം ഒരു തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന്റെ ഈ ഒരു ഔട്ടർ സർഫസിലെ കുറച്ച് ഇലക്ട്രോൺസ് എല്ലാം ഫോൾ ഔട്ട് ചെയ്യും. അപ്പൊ അത് കാരണം ഒരു പാർഷ്യൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫ് എക്സാമ്പിളിന് കോംബ്, റബ് ഡോൺ, ഫർ ഇതെല്ലാം ഫ്രിക്ഷന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പ്രോബ്ലം ബേസ്ഡ് ചാർജിങ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ക്ലിയർ? അപ്പൊ നമ്മുടെ മെത്തേഡ്സ് ഓഫ് ചാർജിങ് അവസാനിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ കോർ പോയിന്റിലോട്ട് കടക്കുകയാണ്. ദാറ്റ്സ് കുളംസ് ഫോഴ്സ്. സപ്പോസ് നമ്മൾ എടുക്കുന്ന ചാർജ് Q1 Q2 സെയിം സൈൻ ആണെന്ന് വിചാരിക്കാം. ഈ Q1 Q2 തൊട്ടടുത്ത് സർട്ടൻ ഡിസ്റ്റൻസ് കൺസിഡർ ആസ് R, ഒരു R ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തു. അപ്പൊ ഇത് സെയിം ചാർജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, സെയിം സൈൻ ആയിട്ടുള്ള. അതായത് ഇപ്പൊ രണ്ട് പോസിറ്റീവ് ആണ് എടുത്തതെങ്കിൽ ഓഫ് കോഴ്സ് അത് റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോ റിപ്പൽ ആവുമ്പോൾ ഈ ഡയറക്ഷനിലോട്ട് റിപ്പൽ ചെയ്യും. ഡിഫറെന്റ് സൈൻ ആണെങ്കിലോ അട്രാക്ഷൻ ആയിരിക്കും, ഒന്ന് ഇവിടേക്ക് വരും, ഒന്ന് ഇവിടേക്ക് വരും. പക്ഷെ ഇവിടെ സെയിം സൈൻ, അപ്പൊ നമ്മൾ റിപ്പൽഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു Q1 ചാർജിന് Q2 ചാർജ് കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ഇല്ലേ. Q1 ചാർജിന്റെ അടുത്ത് Q2 ചാർജ് വെച്ചതുകൊണ്ട് Q2 ചാർജിന് കാരണം ഈ Q1 ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഇത് നമുക്ക് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു Q2 ചാർജിനും Q1 ചാർജ് കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. ക്ലിയർ? അപ്പോൾ ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ് ഈ ഡയറക്ഷനിലോട്ടും, ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം F12 ഈസ് ഈക്വൽ ടു F21. ഇവർ രണ്ടുപേരും അപ്ലൈ ചെയ്ത് രണ്ടും ഈക്വൽ ചാർജ് ആണ് എടുത്തിരിക്കുന്നത്, ഡിഫറെന്റ് സൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം ഇവർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ എന്താണ് നെഗറ്റീവ് ആയിരിക്കും. ഒരെണ്ണം പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഒരെണ്ണം നെഗറ്റീവ് വാല്യൂ, കാരണം ഡിഫറെന്റ് ഡയറക്ഷനിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മറ്റൊന്ന് റൈറ്റ് സൈഡിലാണ് അല്ലെ. അപ്പൊ നമുക്ക് F12 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് F21. മാത്രമല്ല അപ്പൊ ഇത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എഴുതാൻ പറ്റുക. ക്ലിയർ? അപ്പൊ വെക്റ്റർ F12 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വെക്റ്റർ F21. അപ്പൊ ഈക്വൽ ഫോഴ്സ് ആണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പക്ഷേ ഈ ഫോഴ്സ് അവർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നെഗറ്റീവ് സൈൻ നമ്മൾ എഴുതുന്നു. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി ആണിത്. ക്ലിയർ? അപ്പോ എന്താണ് കുളംസ് ലോ? കുളംസ് ലോ എന്ന് പറയുന്നത് ഇഫ് ടു ചാർജസ് ആർ സെപ്പറേറ്റഡ് അറ്റ് ഡിസ്റ്റൻസ് ദേ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അവർക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? They will experience a force that is proportional to the product of their charges. Product of their charges Q1 Q2 by and inversely proportional to their square of the distance. Our distance in the square inversely proportional. As F is proportional to Q1 Q2, F is proportional to 1 by R square. So F is proportional to Q1 Q2 by R square. Okay. അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് വേണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? F ഈസ് ഈക്വൽ ടു K Q1 Q2 by R square. This is Coulomb's force. Coulomb's force F is equal to K Q1 Q2 by R square. And what is K? K ന്റെ വാല്യൂ എന്താ നോക്കാം. K ന്റെ വാല്യൂ വരുന്നത് 1 by 4 pi epsilon 0. 1 by 4 pi epsilon 0. ഓക്കെ, ഇതിൽ എപ്സിലോൺ 0 എന്താ നോക്കാം. ആദ്യം വെറും E എന്താ നോക്കാം. E എന്ന് പറയുന്നത് എത്രത്തോളം ഒരു മീഡിയത്തിൽ എത്രത്തോളം ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി ഉണ്ടെന്നുള്ളതാണ് E എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി ഇൻ മീഡിയം. അപ്പൊ E നോട്ടോ വെറും ഈ ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി ഇൻ മീഡിയം. ഇവിടെ നമ്മൾ ഈ അപ്പാരറ്റസ് ഈ ഒരു Q1 Q2 എടുത്തിരിക്കുന്നത് ജസ്റ്റ് എയറിലാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കതൊരു ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ E നോട്ട് അല്ലെങ്കിൽ എപ്സിലോൺ നോട്ട് ഇറ്റ് ഈസ് എ ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ഓർ മീഡിയം. അപ്പോൾ കൂടുതൽ നമ്മൾ എയറിലാണ് എടുക്കല്. അപ്പൊ നമുക്ക് E നോട്ടിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യല്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് E നോട്ട്? E നോട്ടിന്റെ വാല്യൂ 8.85 into 10 raised to minus 12 C square by nm square. പക്ഷെ നമുക്ക് E നോട്ട് അല്ല കൂടുതൽ നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി K ന്റെ വാല്യൂ ആണ്. K ന്റെ വാല്യൂ 9 into 10 raised to 9 nm square by C square. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം ഫിക്സ് ചെയ്യണം. ആൻഡ് ഇപ്പൊ ഇവിടെ നോക്ക്, ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് അപ്പൊ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square എന്ന് എഴുതാം അല്ലെ.
അതിനർത്ഥം ഇവിടെ ഫോഴ്സ് എപ്സിലോൺ ഈ വാല്യൂ ഇത് കൂടുമ്പോൾ ഫോഴ്സ് കുറയും അല്ലേ, കാരണം ഇവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് മാക്സിമം എന്ന് പറയുന്നത് എവിടെയാണ്? ഫോഴ്സ് മാക്സിമം ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ് ഇ നോട്ട്. ഫ്രീ സ്പേസ് മീഡിയത്തിലാണ് അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത്. ഇ നോട്ട് ആണ് അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ. ഏതെങ്കിലും വേറെ ഇപ്പോൾ ഓയിലിലോ അങ്ങനെ എന്തെങ്കിലും മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കൂടും, അപ്പൊ അവിടെ ഫോഴ്സ് കുറയും. അതിനർത്ഥം ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് എയർ. എയറിലാണ് ഫോഴ്സ് മാക്സിമം ആയിട്ടുള്ളത്, കാരണം ഇ നോട്ട് മിനിമം എന്ന് പറയുന്നത് എയറിലാണ്, ഫോഴ്സ് മാക്സിമം. സോ അപ്പൊ എപ്സിലോൺ നോട്ട് അല്ലെങ്കിൽ ഇ നോട്ട് നമുക്ക് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്നും കൂടി വിളിക്കാം. അതാണ് മിനിമം വാല്യൂ ഓഫ് എപ്സിലോൺ അല്ലെങ്കിൽ ഇ. അപ്പോൾ എഫ് വിൽ ബി, ഫോഴ്സ് വിൽ ബി മാക്സിമം ഇൻ എയർ. ഓക്കെ, കാരണം നമ്മൾ വല്ല മീഡിയത്തിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഡിക്രീസസ്. ഓക്കെ, കുളംസ് ലോയുടെ പ്രോപ്പർട്ടി നോക്കാം. കുളം ലോ ഇസ് ഓൺലി വാലിഡ് ഫോർ പോയിന്റ് ചാർജസ്. വലിയ വലിയ ബോഡീസിലുള്ള ചാർജസിലൊന്നും നമുക്ക് കുളം ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പോയിന്റ് ചാർജസിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വാലിഡ് ഫോർ സ്റ്റേഷനറി ചാർജസ്. സ്റ്റേഷനറി ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന രണ്ട് ചാർജുകൾക്ക് മാത്രമേ നമുക്ക് കുളം ഫോഴ്സ് അങ്ങനെ അത്ര വാലിഡ് ആക്കാൻ പറ്റുള്ളൂ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജിന് നമുക്ക് കറക്റ്റായിട്ട് കുളം ഫോഴ്സ് അല്ലെങ്കിൽ കുളം ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇത് രണ്ടും അവരുടെ പ്രോപ്പർട്ടിയാണ്. മാത്രമല്ല രണ്ട് ചാർജുകൾ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കുളം ഫോഴ്സ്. ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. വാട്ട് ഡു യു മീൻ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലിയും ഫൈനൽ പൊസിഷൻ, അതിന്റെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചാർജ് വെച്ച് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇനീഷ്യലിനെയും ഫൈനൽ പൊസിഷനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതിന്റെ ടോട്ടൽ പാത്തിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനർത്ഥം എന്താ? ഒരു റൗണ്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം അതിന്റെ ഇനീഷ്യലും ഫൈനലും ഒരു പോയിന്റ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ റൗണ്ട് ട്രിപ്പ് ഈസ് 0. ഇങ്ങനത്തെ ടൈപ്പ് ഫോഴ്സുകളെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ക്ലിയർ? അപ്പൊ ഇതിനോട് ബേസ് ചെയ്ത് ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കീം 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. Around a stationary charge of plus 5 microcoulomb, another charge minus 5 microcoulomb is taken once a round of circle, radius 4 cm. The amount of work done in joule. അതായത് ഒരു പ്ലസ് 5 മൈക്രോ കുളമ്പിന് ചുറ്റുമായിട്ട് ഒരു മൈനസ് 5 മൈക്രോ കുളമ്പ് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചു വന്നു. അപ്പൊ ഇവിടെ രണ്ട് ചാർജസ് ആണ്. ഈ ചാർജസിന്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്കറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റൗണ്ട് ട്രിപ്പില് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഇതേ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു റൗണ്ട് കഴിഞ്ഞു, ജസ്റ്റ് സർക്കിളിന് മൊത്തം മൈനസ് 5 മൈക്രോ കുളമ്പ് മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ജൂൾ എന്താണ്? 0 ആണ്. കാരണം എന്താ? റൗണ്ട് ട്രിപ്പ്, ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ റൗണ്ട് ട്രിപ്പ് ഈസ് 0. സോ അത് ഈ കോൺസെപ്റ്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഓക്കെ, നമുക്ക് ഇനി ഈ ടോപ്പിക് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ചാർജ് ഓൺ 2 spheres are plus 7 microcoulomb and minus 5 microcoulomb respectively. They experience a force F. If each of them is given an additional charge of minus 2 microcoulomb, new force will be. സോ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പോസ് ചെയ്ത് ആൻസർ ചെയ്യാം. പിന്നെ ഫിസിക്സ് ആൻസേഴ്സ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മുതലേ ഓരോ സെന്റൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കുക, ഓരോ ഇൻഫോർമേഷൻസും മനസ്സിലാക്കുക. ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ഇരിപ്പിന് വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ ക്ലിയർ ആയിന്ന് വരില്ല. അപ്പോൾ ഓരോ സെന്റൻസും ഇരുത്തി വായിച്ചാലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. മിക്ക 95% ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോൺസെപ്റ്റ് ഏതാണെന്ന് മനസ്സിലായാലേ നമുക്കത് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ തന്നെ പറ്റും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്, ഒരെണ്ണം പ്ലസ് 7 മൈക്രോ കുളം, മറ്റൊന്ന് മൈനസ് 5 മൈക്രോ കുളം. ഇവർക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു അല്ലെ. സോ ഓക്കെ, ഫിഗറിൽ പ്ലസ് 7 മൈക്രോ കുളം ആൻഡ് മൈനസ് 5 മൈക്രോ കുളം. ഇവർക്ക് നമ്മളൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. നമുക്കറിയാം ഫോഴ്സ് കാണാനുള്ള ഫോർമുല F = K Q1 Q2/r². ഓക്കെ, അപ്പൊ നമുക്കിവിടെ എഫിന്റെ വാല്യൂ നോക്കാം. ജസ്റ്റ് ഇതിലോട്ട് Q1 Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെന് വാല്യൂ കൊടുക്കണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുക. ഓക്കെ, നമ്മളിവിടെ Qനും Q2നും വാല്യൂ കൊടുത്തു, 7 × 5 കൊടുത്തു. നമുക്ക് മൈനസും പ്ലസും ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? കുളം ലോ രണ്ട് രീതിയിലുണ്ട്. ഇത് സ്കാലർ ഫോർമുലയാണ്. ഇനി വെക്ടർ ഫോർമുല നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും.
വെക്റ്റർ ഫോർമുലയിൽ ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിത്ത് സൈൻ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ നമുക്ക് സൈൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് 7 × 5 എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് k × 35/r² കിട്ടും. ഇനി ഇവിടെ അപ്പൊ നമുക്ക് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സെഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇഫ് ഈച്ച് ഓഫ് ദം ഈസ് ഗിവൻ an additional charge of -2 മൈക്രോകൂളം, ഓരോ ബോഡിക്കും -2 മൈക്രോകൂളം അഡീഷണൽ ആയിട്ട് കൊടുത്തു. ഇപ്പൊ നമുക്കറിയാം ഇവിടെ ആദ്യത്തെ ബോഡിയിൽ വന്നിരിക്കുന്നത് +7 മൈക്രോകൂളം ആണ്. ഇവിടെ നമ്മൾ അഡീഷണൽ കൊടുക്കുന്നത് -2. അപ്പൊ +7 -2 +7 -2 നമുക്ക് എത്ര ചാർജ് കിട്ടും? 5 മൈക്രോകൂളം. അതേപോലെ തന്നെ അടുത്ത ചാർജ് വരുന്നത് -5 മൈക്രോകൂളം. അതിലോട്ട് -2 മൈക്രോകൂളം അഡീഷണൽ കൊടുത്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? -7. അപ്പൊ ഇവിടെ 5ഉം -7ഉം ആണ്. പക്ഷെ ഫോഴ്സ് നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്കാലർ ഫോർമുല ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സൈൻ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ k 5 × 7/r². സോ ലുക്ക്, ഇവിടെ രണ്ടും ഒരേ ഫോഴ്സ് തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ -2 മൈക്രോകൂളം കൊടുത്തതിന് ശേഷവും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിം തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1. യെസ്. അപ്പൊ എ ആണ് ആൻസർ വരുന്നത്. എത്ര പേർക്ക് കിട്ടി നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചാർജ് ക്യൂ ഇസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. അപ്പോൾ ഒരു ക്യൂ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. സച്ച് ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാർട്ടീസ് മാക്സിമം. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് ചാർജ് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ മാക്സിമ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഫൈൻഡ് ദ ചാർജ് ഓൺ ഈച്ച് പാർട്ട്. അങ്ങനെയെങ്കിൽ ഓരോ പാർട്ടിന്റെയും ചാർജ് എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ Q/4, 3Q/4, Q/2, Q/2, Q/5, 4Q/5, Q/3, 2Q/3. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടീഷൻ തന്നിരിക്കുന്ന മാക്സിമം കണ്ടീഷൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. തന്നിരിക്കുന്ന പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാട്ടോ. തന്നിരിക്കുന്ന ചാർജ് Q ആണ്. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് Q1 Q2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 വേരിയബിൾ വരും. അപ്പൊ നമുക്കത് എളുപ്പമല്ല. അത് കാരണം നമുക്ക് അതിനെ ജസ്റ്റ് ഒരെണ്ണം ഈ ക്യൂവിനെ നമുക്ക് ഡിവൈഡ് ചെയ്തു. ഒരെണ്ണം നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും? എക്സ് ചാർജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരെണ്ണം എക്സ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരെണ്ണം ക്യൂവിൽ നിന്ന് എക്സ് കുറച്ചാൽ മതി അല്ലെ. Q - x. അപ്പൊ ഇത് രണ്ട് ചാർജസ് X, Q - x. അപ്പൊ നമ്മുടെ ബോഡി വരുന്നത് ഒരെണ്ണം എക്സിന്റെ ചാർജിന്റെയും ഒരെണ്ണം Q - x. ഇനി വേണ്ടത്, അപ്പൊ സർട്ടൻ ഡിസ്റ്റൻസിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിൽ ബി മാക്സിമം. മാക്സിമത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഇവരുടെ ഡിഫറൻസിയേഷൻ, ഇതൊരു കണ്ടീഷനാണ്. മാക്സിമത്തിന്റെ കണ്ടീഷൻ ഫോർ മാക്സിമം ഈസ്, ഇവിടെ ഫോഴ്സ് ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോ dF/ഡിസ്റ്റൻസ്, ഫോഴ്സ് ബൈ ഡിസ്റ്റൻസ്, dF/dx. സോറി, ഡിഫറൻസിയേഷൻ dF/dx എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അപ്പൊ വൈന്റെ മാക്സിമം ചോദിക്കുമ്പോൾ dy/dx, എക്സിന്റെ മാക്സിമം, സോറി എക്സ് അല്ല, വൈന്റെ മാക്സിമം dy/dx, ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ മാക്സിമം ചോദിക്കുമ്പോൾ dE/dx. അപ്പൊ ഇവിടെ ഫോഴ്സിന്റെ മാക്സിമം dF/dx. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ മാക്സിമത്തിന്റെ കണ്ടീഷൻ നോട്ട് ചെയ്ത് വെക്കുക, dF/dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫോഴ്സ് നോക്കി നോക്കാം. ഫോഴ്സിന്റെ ഫോർമുല F = K Q1 Q2/r². K ഇവിടെ കോൺസ്റ്റന്റ് ആണ്, r² കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതെല്ലാം പുറത്തോട്ട് വരും. കോൺസ്റ്റന്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്കിയുള്ള നോക്കാം. ഡി ഫോഴ്സ് F, K നമുക്ക് കോൺസ്റ്റന്റ് പറഞ്ഞു. ഇനി ആദ്യത്തെ ചാർജ് വരുന്നത് X × Q - x /r². ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് ഇട്ടു. അപ്പൊ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം dx. അപ്പൊ ഇതിന്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Qx - x² /dx is equal to 0. ഇതിന്റെ ഡിഫറൻസിയേഷൻ ആണ് കാണേണ്ടത് ആദ്യം. ഇതിന്റെ ഡിഫറൻസിയേഷൻ Qന്റെ ഡിഫറൻസ്, Qxന്റെ ഡിഫറൻസിയേഷൻ ഇവിടെ എക്സ് പോവും. അപ്പോൾ Q ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ എല്ലാം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇത് എന്നാൽ മാത്രമേ ഫിസിക്സ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ Qx ഉള്ളതുകൊണ്ട് ഡിഫറൻസിയേഷൻ Q ആയി. x² ഡിഫറൻസിയേഷൻ 2x ആണ് അല്ലെ. എങ്ങനെ ഡിഫറൻസിയേഷൻ കാണാം? x⁻n എന്ന് പറയുന്നത് n × x⁻n - 1. ഇപ്പൊ നോക്ക്, ഇവിടെ x വെറും, Q എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. എക്സിന്റെ മുകളിലുള്ള പവർ ⁻1 ആണ്. അപ്പൊ 1 × x⁻1 - 0, 1 × സോ x⁻0 വരും. x⁻0 എന്ന് പറയുന്നത് 1. അത് കാരണമാണ് ഇവിടെ x എന്നുള്ള ടേം പോയത്, Q. ഇനി 2x-ന് x² 2 × x⁻2 - 1, അപ്പൊ 2x വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.
സോ q ഈസ് ഈക്വൽ ടു 2x. അപ്പൊ x ഈസ് ഈക്വൽ ടു q/2. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ q/2 കിട്ടി. അങ്ങനെയാണെന്ന് വെച്ചാൽ q - x എന്ന് പറയുമ്പോൾ q - q/2 എന്ന് പറയുന്നതും q/2. അപ്പൊ രണ്ട് ചാർജ് എന്ന് പറയുന്നത് q/2. അപ്പൊ ചാർജ് രണ്ടും q/2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാക്സിമം. സോ ഓപ്ഷൻ നമ്പർ ബി, q/2 ചാർജ് ആയി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോഴ്സ് മാക്സിമം കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമം എന്നാണ്. മാക്സിമം എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രോബ്ലം എന്നല്ല, എവിടെ മാക്സിമം എന്ന് കണ്ടാലും dy/dx = 0 ആ ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ചാർജ് q രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു, രണ്ട് വാരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യേണ്ട. അപ്പൊ പറഞ്ഞ x എടുത്തു, പറഞ്ഞ q - x എടുത്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ഈ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ആൻസർ q/2. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 point charges A and B of charge +q and -q respectively are placed at distance apart and force acting between them is F. If 25% of charge A is transferred to B, then force between them equal. ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് വായിക്കരുത്, ഇപ്പൊ കിട്ടില്ല. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് വായിക്കാം. രണ്ട് പോയിന്റ് ചാർജസ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. എന്റെ ചാർജ് +q, ബിന്റെ ചാർജ് -q. ഇവർ രണ്ടുപേരും ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F. അപ്പൊ കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത്? എയിൽ ഇപ്പൊ ഒരു 100% ചാർജ് ഉണ്ട്, ബിയിൽ ഒരു 100% ചാർജ് ഉണ്ട്. അപ്പൊ എയിലെ ഈ 100% ചാർജിൽ നിന്ന് 25% ചാർജ് ബിയിലോട്ട് ട്രാൻസ്ഫർ ആയി. അപ്പൊ നമുക്ക് അവിടെ പുതിയ രണ്ട് ചാർജുകളാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് തമ്മിലുള്ള ഫോഴ്സ് എന്താകുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് +q -q സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ ആദ്യത്തെ കണ്ടീഷൻ ഇപ്പൊ എയിലെ ചാർജ്, ഇപ്പൊ എ ഇത് ബി, ഓക്കെ, എ ബി. ഇതിലെ എയിലെ ഈ ഒരു ക്യൂവിൽ നിന്ന് 25% റെഡ്യൂസ് ചെയ്തു. കാരണം 25% ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ 25% റെഡ്യൂസ് ചെയ്യാണ് അല്ലെ. അപ്പൊ 25% നമുക്ക് 25/100 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് അതിന് -q - 25/100q ഇത്രയും ട്രാൻസ്ഫർ ആയി. കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 100q - 25q/100. അപ്പൊ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന 75q/100. ഇതിന് നമുക്ക് ഷോർട്ട് ആക്കി എഴുതാനായിട്ട് പറ്റും. ഷോർട്ട് ആക്കി എഴുതുമ്പോൾ 3/4q. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ 25% ചാർജ് കിട്ടിയത് ബീനാണ്. അപ്പൊ ബിന്റെ ചാർജ് വരുന്നത് -q ആണ് അല്ലെ. ഇത് എന്റെ ചാർജ്, ഇനി ബിന്റെ ചാർജ് ഓൾറെഡി ഉള്ളത് -q ആണ്. ഇവിടെ മൈനസ് ഇടണം, കാരണം നമുക്ക് എത്ര ചാർജിലോട്ട് എത്ര ചാർജ് ആഡ് ചെയ്യണമെന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണം. -q 25% ആഡ് ചെയ്തു അല്ലെ, 25/100q. അപ്പൊ നമുക്ക് -100q + 25q/100. അപ്പോൾ നമുക്ക് സെയിം ആൻസർ 75/100q, ദാറ്റ് ഈസ് 3/4q കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഫോഴ്സിന്റെ ഫോർമുല എന്താ? q1 q2, ഫസ്റ്റത്തെ q 3/4, q1 q2 അല്ലെ, 3/4 × 3/4, q × q² ഡിസ്റ്റൻസ് r². അപ്പൊ kq/r² എന്താ സാധാരണയുള്ള ഫോഴ്സ്? നമ്മൾ ഓൾറെഡി ഇപ്പൊ F' ആണ്, പുതിയ ഫോഴ്സ് ആണ് കാണുന്നത് F'. അപ്പൊ നമുക്കറിയാം ഓൾറെഡി ഇവര് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F = kq1 q2 അല്ലെങ്കിൽ q × q, അതായത് q²/r² ആണ്. അപ്പൊ kq²/r² F' = 3 × 3 9/16f. ഓക്കെ, 9/16f. അപ്പൊ ഓപ്ഷൻ നമ്പർ ഡി ആണ് വരുന്നത്, 9/16f. ക്ലിയർ? അപ്പൊ ഓരോന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ട്രൈ യുവർ സെൽഫ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ഇലക്ട്രോൺസ് കെപ്റ്റ് ഇൻ ഫ്രീ സ്പേസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫോർമുല എന്താ? F = g m1m2/r². F = g m1m2/r². ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണലിന്റെ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. 2 ഇലക്ട്രോൺസ് ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ ഈ ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡ്യൂ ടു ദെയർ ചാർജ്, അതായത് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻⁹ കൊളംബാണ്. അതേപോലെ തന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, അത് ദാറ്റ് ഈസ് ഡ്യൂ ടു മാസ്, ദാറ്റ് ഈസ് 9.1 × 10⁻31 കിലോഗ്രാം. അപ്പൊ ഇവർ തമ്മിലുള്ള റേഷ്യോ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാം, ആൻസർ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.